കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അപ്പുണ്ണിയെ എന്താടാ എന്തേ അടുത്തട്ടാ ആ ഞാനൊരു സ്വപ്നം കണ്ടു. ശബ്ദം ചെറിയ കിട്ടിയല്ലോ. ആ ശബ്ദം കിട്ടിയല്ലോ. അമ്മേ അച്ഛാ അമ്മ അച്ഛനൊക്കെ അവിടെ താഴെയാണേ. അണ്ടേട്ടാ കൊറേ പറഞ്ഞിട്ട പെണ്ണുങ്ങളെ നിന്റെ ചുറ്റും വന്നിട്ട് ഇങ്ങനെ ആഹാ 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 എന്ന് പറയുന്നു. അപ്പുണ്ണിയെ ഒന്നും മിണ്ടാതെ കിടക്കുന്നീ എന്തിനീ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിക്കാൻ നിൽക്കണം. എന്നിട്ടല്ലേ ഈ സ്വപ്നങ്ങൾ ഓരോന്ന് കാണുന്നത്. ഉള്ളതാണ് ഞാൻ വേർക്കണ കണ്ടിട്ട് പേടിച്ചിട്ട്. ഇത് പേടിച്ചിട്ട് അന്തേട്ടാ അന്തേട്ട ഇവിടെ ഇരുന്നേ. ഞാൻ ഒരു കാര്യം പറയാണ്ടേ. എന്താണ്? അതെ നമ്മുടെ തട്ടിന്റെ മുകളിലേ അവിടെ പറഞ്ഞിട്ട് കൊണ്ടുണ്ടല്ലേ. ആ അന്തേട്ട കണ്ടോ? അവിടെ പെണ്ണുമില്ല ഒന്നുമില്ല ഒന്നുമില്ലാന്ന് ഈ കിടന്നുറങ്ങിക്കോ. ആരും വിശ്വസിക്കാത്ത അമ്മ വിളി കൊറേക്കോ ഞാൻ അവരൊക്കെ വരും. ശബ്ദം കിട്ടി. ശബ്ദം കിട്ടിയാ? അയ്യോ അന്തേ അല്ല മോനെ. ആ അമ്മേ എന്താടാ ശബ്ദം കിട്ടി അമ്മേ? അയ്യോ ബലരാമേട്ട അവന് ഒച്ച കിട്ടി. സമാധാനമായി. അച്ഛാ പറഞ്ഞിട്ട കൊറേ പെണ്ണുങ്ങളെ നിന്റെ ചുറ്റും ഡാൻസ് കളിക്കുക. ഒപ്പനയാണോടാ? പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒപ്പന കളിക്കണത്. പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട് ഒപ്പന കളിക്കൂ. എനിക്കറിയില്ല അളിയ ഇവിടെ ആരാ എന്തൊക്കെ അങ്ങനെ ഒരു സംഭവം. അമ്മേ കൊറേ പെണ്ണുങ്ങളുണ്ട് അമ്മേ. ഗോപികമാരിങ്ങനെ പിന്നാലെ നടക്കാൻ നീ ആര് ശ്രീകൃഷ്ണനാ? നോക്കി അമ്മേ പറയണേ. അനന്ത എന്തിനാടാ അവനെ വെറുതെ കളിയാക്കണം? ആ അമ്പിളിയെ പങ്കിമാവോ തട്ടിന്റെ മുകളിലേ തട്ടിന്റെ മുകളിൽ കുന്തം അല്ല. പിന്നെ കുന്തല്ല. എന്താ മോനെ ഞാൻ കണ്ടത് എനിക്ക് പറയണ്ടേ? എന്തിനീ കണ്ടതും കേട്ടതും ഒക്കെ ഇങ്ങനെ വിളിച്ചു പറയണ? അത് മനസ്സിൽ വെച്ചാ പോരെ. പിന്നല്ല ഞങ്ങൾ എന്തെല്ലാം കാണണം ആരോടെങ്കിലും പറയണ്ട അല്ലേ എന്തേട്ടാ? പിന്നല്ലേ എനിക്ക് പറയണ്ടേ? നീ ഒന്നും പറയണ്ട. നീ ആദ്യം കിടന്നുറങ്ങ്. ആദ്യം ഉറക്കം ശരിയാവട്ടെ. അമ്മേ ഞാൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കൂലോട്ടോ. എനിക്ക് പേടിയാവും. എന്നാ നീ അനന്തന്റെ മുറിയിൽ പോയി അഞ്ചെട്ട് രൂപ കിടക്കാം. എന്താ എന്റെ അമ്മ എനിക്ക് ഒരുപാട് വരയ്ക്കാനുണ്ട്. നാളെ ഓഫീസ് പോകുമ്പോ കൊണ്ടുപോകണ്ടേ? എന്നാ പിന്നെ നീ ഇവിടെ വന്ന് കിടക്ക്. എന്നാ പിന്നെ അമ്മ പോയിട്ട് വരയ്ക്കും. എന്താ ചെയ്യാ? എന്നാ പിന്നെ മോനെ അച്ഛൻ കിടക്കും എന്റെ ഒപ്പം. അച്ഛൻ കിടക്കണ്ട. അച്ഛൻ കൂർക്ക വലിക്കും. ഇപ്പൊ എന്താ ചെയ്യാ? എന്നാ പിന്നെ പങ്കാമൻ കിടക്കണോ? എടാ നിനക്കല്ലേ പനിയാന്ന് പറഞ്ഞത്? അതെ എനിക്ക് പനി തന്നെ. അപ്പൊ പിന്നെ നീ കിടക്കണ്ട. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഇവനെ നിന്റെ റൂമിൽ കൊണ്ടേ കിടക്കും. എല്ലാവരും കൂടി അങ്ങനെ അവിടെ വന്ന് കിടക്കണത്? എല്ലാരും അമ്മ നമുക്ക് എല്ലാവർക്കും ഓരോരോ റൂമുണ്ടല്ലോ, അവിടെ കിടന്നാ പോരെ ഇത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇവിടെ വന്ന് കിടന്നോ. അങ്ങനെ ഒറ്റക്ക് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒറ്റക്കിട്ടുന്ന റൂം അവിടെ വെറുതെ കാലിക്കിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യം ഉണ്ടാച്ചാ? റൂം അവിടെ ഒറ്റക്കിട്ട് നിനക്ക് എന്താ കുഴപ്പം? ഇല്ല കുഴപ്പമുണ്ടായിട്ടല്ല. കുഴപ്പമുണ്ടാവരുത്. ഇല്ല എന്നാ ഇവിടെ കിടന്നാ മതി. അമ്പിളി ഇവിടെ കിടന്നോ? കിടക്കാം. എന്നാ പോയിക്കോ എല്ലാരും. അമ്മ പോയിക്കോ. പോട്ടേട്ടാ പുണ്യെ. സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. പോയിക്കോ. മക്കളെ നീ കിടന്നുറങ്ങുമ്പോഴല്ലേ സ്വപ്നം കാണുന്നത്? അച്ഛൻ്റെ സൂത്രം പറയട്ടെ, ഉറങ്ങാതിരിക്കുക. അയ്യോ നല്ല സൂത്രം. ഒന്നാണ് നടക്ക് ബലരാമേട്ടാ. അതെ അടുത്ത നാടകത്തിൽ വിട്ടു ആ ഡയലോഗ് കേട്ടാ. ചെലവാകൂല. അതേ ഞാനൊന്ന് പറഞ്ഞോണ്ട് വന്നില്ലെങ്കിൽ അത് മര്യാദയുടെ ആവൂലേ? എന്ത് പറയാൻ? അല്ല പറയാനല്ലോ, ഒന്ന് റൂം വരുമ്പോട്ട് എന്റെ ഫോൺ എടുത്തോണ്ട് വന്നിട്ടേ. ഫോൺ എടുത്തോണ്ട് വരാം കേട്ടാ. ഫോൺ എടുത്തിടാ. കുറച്ച് കാര്യങ്ങൾ പറയണ്ട കേട്ടാ. പറയാം നമുക്ക്, ഞാൻ പെട്ടെന്ന് വരാം കേട്ടാ. എഴുന്നേറ്റ് നടക്കണ്ടേ? ഇല്ല പട്ടമ്പുറത്ത് ഞാൻ കണ്ടൊക്കെ പറയാട്ടാ. പട്ടമ്പുറത്ത് ഒക്കെ പറയണം. എന്താണ് താടിക്ക് കൈ കൊടുത്തിരിക്കണെന്ന് കഥ പറച്ചിലൊന്നുമില്ലേ? കഥ പറയാൻ ഞാൻ തയ്യാറാ, പക്ഷെ കേൾക്കാൻ എവനെ ഇരുന്നുണ്ടായോ? ചായ ഒന്നും കുടിക്കണ്ടേ?
ഇതപ്പം എടുക്കാട്ടാ. വേഗം എടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ കഥ നടക്കും. ആയില്ലേ ഇതാണ് നീ ഇരുന്നോ, അതെടുക്കണ്. എന്റെ അമ്മ ഇന്നും ഞാൻ ഓഫീസിൽ വൈകിട്ട് എത്തും. ഇരുന്നോ, അതെടുക്കണേ. നീ വെറുതെ ഇരിക്കുന്ന സമയത്ത് പ്ലേറ്റെല്ലാം വെച്ചോടെ അവിടെ. ഇനി ഇവിടുത്തെ അടുക്കള പണി കൂടി ഞാൻ എടുക്കാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യാം. എല്ലാവരുടെയും. എടാ അതൊക്കെ ഇരിക്കട്ടെ. നാളത്തെ കാര്യം എങ്ങനെ? നാളെ എന്താണ്? അമ്പിളിക്ക് പെണ്ണ് കാണാൻ പോണ്ടേ? ഓ പെണ്ണാണോ? ഞാനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനാ? എടാ നീ കൂടെ അവരുടെ കൂടെ പോണമെന്ന്. അല്ല എനിക്ക് ഓഫീസ് ഉണ്ടെന്ന് ഓഫീസിൽ പോണ്ടേ. ചേടാ ഇത് എടാ ഒരു ദിവസം ലീവ് എടുക്കടാ. എന്തിനാണ് ഇപ്പൊ ഈ നടക്കാത്ത കാര്യത്തിന് ഇപ്പൊ അവനെ ബുദ്ധിമുട്ടിക്കണേ? എന്താ അങ്ങനെ പറയണ നീ? അല്ല അതല്ല ഞാൻ പറയണത്, നമ്മളൊക്കെ ആരെയിലൊക്കെ ഒന്ന് പോയി നോക്കി ശരിയാവുകയാണെങ്കിൽ അവനെ ലീവ് എടുപ്പിച്ചാ പോരെ? അതാ പറയണ, ആദ്യം അമ്പിളി പോയി കാണട്ടെ. മതി. അതെ അച്ഛാ, ആദ്യം അമ്പിളി പോയി കാണട്ടെ. അവന് ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാരും കൂടെ പോയാൽ മതി. ആദ്യം തന്നെ എല്ലാരും കൂടെ പോണ്ട കാര്യമില്ല. എടാ പങ്കി, നീ അവരെ അമ്മാവനാട്ടാ. നിനക്ക് ഒരു ഉത്സാഹമില്ല ഈ കാര്യത്തിൽ ഞാൻ നോക്കിയിട്ട്. എനിക്കെന്ത് ഉത്സാഹം? ചക്കന്മാരല്ലേ ഇത് തീരുമാനിക്കേണ്ടത്. മതി മതി മതി. ഇതെന്നെ പറഞ്ഞിട്ട കാര്യം എല്ലാം എന്റെ ഗതികേടാ ഞാൻ ആലോചിക്കുന്നത്. ഈ മുകളിലേക്ക് നോക്കിക്കൂടാ, താഴത്തേക്ക് നോക്കിക്കൂടാ, ഇടം നല്ല ഇരുന്നൂടാ. പൊന്നമ്മ ഒന്നും മിണ്ടാണ്ട് ചെവി പൊട്ടി. എന്റെ അവസ്ഥയിൽ പറ്റാ. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്ത്. നിങ്ങളുടെ അവസ്ഥക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. നല്ല ഇടിയപ്പം, നല്ല കറി, നല്ല ഭക്ഷണം കഴിക്കാൻ സുഖമായിട്ട് മതി. അത്രേ ഉള്ളൂ. അത്രേ അമ്മേ ഓ അപ്പുണ്ണിക്ക് ഭക്ഷണം കൊടുത്താ? ഞാൻ കുറച്ചു മുമ്പ് കൊണ്ട് കൊടുത്ത്. അവനിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ ചെന്നപ്പോ ഉറങ്ങായിരുന്നടാ. പുറങ്ങുന്ന ആൾക്ക് എങ്ങനെയാ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്? എടാ ഞാനതവിടെ മൂടി വെച്ചിട്ടുണ്ട്. അവൻ ഉണരുമ്പോ കഴിച്ചോളൂ. ആ ചെക്കൻ വയ്യാതെ കിടക്കാണ്. എന്നാ അവനത് കഴിപ്പിച്ചോണ്ട് പോകുന്നൂടെ? ഇത് എന്തമ്മ നിങ്ങൾ? അതെ, നീ നിന്റെ കാര്യം നോക്ക്. അവൻ ഉണരുമ്പോ അവൻ തന്നെ എടുത്ത് കഴിച്ചോളും. അയ്യോടാ കാര്യസ്ഥൻ. വല്ലവണ്ണ ഇടിയപ്പം വേണം. എനിക്ക് മതി. തല്ലിട്ടാ കൊടുക്കണ പങ്കിയാ കുപ്പി. അത് ശരി. എല്ലാരും കൂടി ഇപ്പൊ നമ്മളങ്ങോട്ട് ഒഴിവാക്കിയല്ലേ? ആരെ നിന്നെ ഒഴിവാക്കിയത്? എനക്ക് കുറെ കണക്ഷനൊക്കെ ഉള്ളതല്ലേ. ഒഴിവാക്കിയപ്പോ എന്താ? അതെ അപ്പുണ്ണി എണീറ്റാ? അപ്പോട്ടെ രാവിലെ എഴുന്നേറ്റല്ല, തന്നെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി അവിടെയൊക്കെ നടക്കുന്നുണ്ട്. നമ്മള് കണ്ടതുപോലെ അത്ര കുഴപ്പമൊന്നുമില്ല. ആ കെട്ടലിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ രാത്രി ആ പേടി കിട്ടിയതിന്റെ പർദ്ദ കണ്ട് എന്നൊക്കെ പറഞ്ഞു കിടന്ന് പറയുന്നുണ്ട്. അമ്മാവനാണ് ഇപ്പൊ സംശയം പറയണത്. അമ്മാവനെന്തിനാ സംശയിക്കണ്? നിങ്ങളെന്താ കാണിച്ചു? ഞാനല്ലോ കാണിച്ചേ. അല്ല ഞാൻ എന്ത് കാണിച്ചു? ഞാനൊന്നും കാണിച്ചിട്ടില്ല. അതെ, ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണോട്ടോ അമ്മാവാ. അല്ല ബുദ്ധിമുട്ടാവും അത്. എടാ അതിന് മാത്രം എന്ത് കണ്ടിട്ടാണ് ഈ പേടിച്ചത്? എനിക്കറിയാമല്ലോ, രാത്രി തന്നെ കിടത്തിയിട്ടില്ല. അച്ഛന്റെ മുഖം കണ്ട് എന്നൊക്കെ പറയണു. എന്റെ മുഖം കണ്ടെന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയണ, മനസ്സുമ്പായോ അറിയാത്തവരില്ലാത്ത പറയണു. ഒരു കാര്യം ചെയ്യാം, നീയും പങ്കിയും കൂടെ പോയിട്ട് ആദ്യം അവന്റെ ഒരു നല്ല ഡോക്ടറെ കാണിക്കും. എന്തിനാ? നല്ലാണ്. ഒരു ഡോക്ടറിനെ കണ്ട ഒരാഴ്ച അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇവിടെ സമാധാനം കിട്ടുമല്ലോ. അയ്യോ അതൊന്നും പറ്റൂല. എന്തിനാണ് 5 ദിവസമൊക്കെ അഡ്മിറ്റ് ആക്കണ്? അതെ, കുറച്ചു ദിവസം കഴിയട്ടെ. അവന്റെ സ്ഥിതി എന്താന്നൊക്കെ നോക്കിട്ട് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാലോ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അത് മതി. ഇവന് ഭയങ്കര ധൈര്യം അവന്. അല്ല ഞാൻ പറയാ, ഡോക്ടറൊക്കെ കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറയുമ്പോഴേ. അല്ല ഇപ്പൊ കൂടെ കിടന്ന ഞാനായോണ്ട് അത് കണ്ട് അനുഭവിച്ചോണ്ട് പറഞ്ഞതാണ്. കൂടിപ്പോയാ പിന്നെ പിടിച്ചാ കിട്ടുന്നതിന് മുമ്പ് ആദ്യം ചികിത്സിക്കണല്ലേ. എന്റെ കൂടെ കിടക്കണല്ലേ. വേറൊരു കാര്യമുണ്ട്. പിന്നെ അച്ഛനൊരു പെണ്ണ് കാണുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി കാണും കേട്ടാ. അച്ഛനപ്പൊ ഇനിയും കെട്ടാൻ പോണേണോ? ഞാൻ കേട്ടാവിടാ. അപ്പൊ അച്ഛൻ നല്ല പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? എന്ത്? എടാ പെണ്ണ് കാണുന്ന കാര്യം. ആർക്കാണെന്ന്? നിനക്ക്. അത് ഞാൻ അച്ഛനോട് അപ്പൊ തന്നെ പറഞ്ഞല്ലേ, എനിക്ക് നല്ല തിരക്കാണ്, ഇപ്പൊ സൗകര്യപ്പെടൂല എന്ന് പറഞ്ഞില്ലേ. അതെ ചെല്ലാമെന്ന് പറഞ്ഞു. ചെല്ലാതിരിക്കുന്ന മോശമല്ലേ? ഇത് ഞാൻ ചെല്ലാന്ന് പറഞ്ഞോടത്ത് എനിക്ക് ചെല്ലണ്ടേ? പെണ്ണ് കാണാൻ പോയിന്ന് പറയാൻ പറ്റുമോ? നിനക്ക് എന്താ തിരക്ക്? എപ്പ പറഞ്ഞാലും നിനക്ക് മുടക്കാം. അല്ല അവന് മുകളിലുള്ളവരോടൊക്കെ അന്വേഷിക്കണേ. ഏത് മുകളിലുള്ളവരോട്? അല്ല അനന്തന് മേലുദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ ചോദിക്കണല്ലോ എന്തെങ്കിലും കാര്യത്തിന്. അപ്പൊ അതേമാതിരി ഇവനുണ്ടാവും. അതെ, വേറെ ഒന്നും പറയണ്ട. ഇതിനിപ്പോ ഒരുപാട് സമയത്തിന്റെ ആവശ്യമില്ല. നമ്മൾ പോവുക, കാണുക, ഇഷ്ടമാണെങ്കിൽ അവരോട് പറയാ, ഇല്ലെങ്കിൽ നേരെ തിരിച്ചിട്ട് പോകാൻ പോരെ. ഒന്നും നടപടി ആവൂല എന്തേട്ടെ. വെറുതെ എന്തിനാ അവരെ ഇടങ്ങേറാക്കണത്? നടന്നു തന്നെ. ഞാൻ ഫോൺ അടിക്കണം. നിന്റെ പോലെ ഒന്നല്ല, നല്ല ധൈര്യം അവനെല്ലാത്തിനും. ധൈര്യം. ഫോൺ എടുത്തടാ. അവിടെ ഇരിക്കും. കല്യാണ കാര്യം പറയുമ്പോ അപ്പം ചാടുകയാണ്. ഹലോ, എന്താണ്?
ഇല്ല, അതിന്റെ സിഗ്നല് കറക്റ്റ് ആയിട്ടില്ല. കിട്ടിയാൽ ഞാൻ ഉടനെ എത്തിക്കാം കേട്ടോ. ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയാ ഉടനെ തരാം കേട്ടോ. ആ അപ്പൊ വിളിക്കണ്ട, ഞാൻ ക്ലിയർ ചെയ്തോളാം അത്. ഓക്കെ. ഇതാരെ വിളിച്ചത്? ഇതാ മനോഹരൻ കിടന്ന് വിളിക്കാൻ ആവശ്യമില്ലാതെ. മുതലാളി, ഈ മനോഹരനാ? ഈ മനോഹരനല്ല, ഇത് മറ്റേ കസ്റ്റമർ മനോഹരൻ, മറ്റേ പുന്നക്കെഴുത്ത മനോഹരൻ ചേട്ടൻ. അച്ഛാ, ഇവന്റെ കയ്യിൽ എന്തൊക്കെയോ കള്ളക്കളിയുണ്ട്, അത് ഉറപ്പാ. എന്ത് കള്ളക്കളി നീ പറയണത്? മുതലാളി എന്നോട് ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റിപ്പോയി. എന്നാടാ എവിടെയെങ്കിലും കണക്ഷൻ തെറ്റി കൊടുത്താ? അതല്ല മാമ. മനോഹര, അതെ അല്ല പറയാ നിങ്ങൾ വന്ന്. ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വന്നേ, ഞാൻ പറയാം. വന്നേ, എന്ത് കൈ കഴുകട്ടെ. നീ അങ്ങോട്ട് പോയിക്കോ. അച്ഛനോട് പറയാം. എന്താ ചെയ്യാ, ഒരു വകതിരിവില്ലാത്ത ഒരുത്തനെയാണല്ലോ കൊണ്ട് നടക്കണത്. നീ ഇപ്പൊ എന്തിനാ അങ്ങാട് കയറിയത്? ഞാനേ മുതലാളി നോക്കിച്ചല്ലേ. എന്നെ നോക്കി വന്നിട്ട് അങ്ങോട്ട് പോടാ. ഇങ്ങോട്ടും പോകണ്ട. നീ ഏതിലേ വന്നത്? ഏതിലേ വന്നത്? അങ്ങോട്ട് പോയിക്കോ. അങ്ങാട് പോയിക്കോടാ. ഞാൻ മുതലാളിനെ കാണാൻ വന്നു. എന്തിനാ നീ എന്നെ കാണുന്നത്? ഞാൻ നിങ്ങളെപ്പോഴും ഉണ്ടാവും. നിങ്ങളെപ്പോഴും ഉണ്ടാവും. വേണ്ട, അന്ന് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോകണ്ടല്ല. ഞാൻ കണ്ട അവിടെ നിന്ന് കേട്ടാ. നീ ഇനി എന്റെ കൂടെ വേണ്ട, ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്ത് തരണം. അംബ്ലീസ് കേബിളിൽ നിന്നെ ഇനി ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സ്റ്റാഫ് എനിക്ക് വേണ്ട. മുതലാളിന് എന്നെ ആവശ്യം, എനിക്ക് മുതലാളിനെ ആവശ്യം. നീ അപ്പൊ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുവോ? ഇനി 100% ഇനി പോവില്ല. ഞാൻ കേടി പോവില്ല. ഇപ്പൊ എവിടെ പോണ്ട മുതലാളി പറഞ്ഞോ? എന്താ ആവശ്യമുണ്ടാ? മേടിച്ചോട്ടനാ. നിന്നെ ഞാൻ എന്റെ കൂടെ നിർത്താം. പക്ഷെ പഴയ ശമ്പളം തരൂല, എന്തായാലും കുറക്കും ഞാൻ. കുറച്ചെന്നില്ലേ, പിന്നെ തന്നാ മതി. അതെ, 1-2 കാര്യങ്ങൾ ഞാൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കും. 1-2 ഒരു 12 ഏൽപ്പിക്കും. എനിക്ക് കുമ്പസരിക്കണം, എനിക്ക് പശ്ചാത്തപിക്കണം മുതലാളി. നീ 10-12 ഒന്നും ചെയ്യണ്ട. 2 കാര്യം ഞാൻ ഏൽപ്പിക്കും. എന്താണ്? അതെന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അത് നീ വിശ്വാസപൂർവ്വം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നീ മരിക്കുന്നവരെ എന്റെ കൂടെ നിന്നോ. ചെയ്യുവാ നീ? 2 പറ. അതെ, ഇപ്പം ചെയ്യണം. എനിക്ക് മറ്റേ മജീദ് കട മോളുണ്ടല്ലോ, ഷാഹിന. ഉണ്ട്. അതൊരു നീറുന്ന പ്രശ്നമായിട്ട് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, ഒരു കരടായിട്ട്. അത് സാരല്ല, അത് വിട്ടേ, നമുക്ക് വേറെ നോക്കാലോ. എന്തിന്? അവളെ എന്റെ കൂടെടാ വന്നത്. ഇവിടെ ഉണ്ടോ അവള്? ഈ വീട്ടില്, ഈ തറവാട്ടില്. അപ്പൊ അച്ഛനും അമ്മയും അംഗീകരിച്ച്? അച്ഛനും അമ്മയെന്ന് പറഞ്ഞിട്ടില്ല, അമ്മാവൻ മാത്രം ഇപ്പൊ നിലവിൽ അറിഞ്ഞിട്ടുള്ളൂ. അമ്മാവൻ അറിയിച്ച ആരോടും പറഞ്ഞു? നീ എന്താ എല്ലാവരോടും പറയണോ? അമ്മാവൻ അറിഞ്ഞ സാധാരണ എല്ലാവരോടും പറയുന്ന ആളാണല്ലോ. നീ ഇനി ഇത് പോയി കടന്ന് കൊപ്പളിക്കരുത് ആരോടും. എന്റെ മോനാളി നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. മോനാളിന് മുമ്പിൽ ബാഹുബലി ഒന്നുമല്ല. നീ അധികം പുകഴ്ത്തൊന്നും വേണ്ട. അതെ, ഒന്നാമത്തെ ഒരു കാര്യം, ഇവിടെ അങ്ങനെ അധികം നാൾ നിൽക്കാൻ പറ്റൂല. 2 ദിവസമായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നീ നമ്മുടെ ഓഫീസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു നല്ലൊരു വാടക വീടൊന്ന് അന്വേഷിച്ചെടുക്കണം. വാടക വീടുണ്ട് ഈ വീട്ടിലെ തൊട്ടപ്പുറം ഉണ്ട്, കൈലേരപ്പുറം. പോയിക്കോ നീ. എടാ ഞാൻ പറയണ നീ അങ്ങാട് കേക്ക്. നീ എന്നെ പഠിപ്പിക്കല്ലേ. ഇതിന്റെ അടുത്ത് പാടില്ല. അങ്ങനെ ഇവിടെ അറിയാതെ നമ്മുടെ ഓഫീസിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു വൃത്തിയുള്ള ഒരു വീട് നീ ഒന്ന് നോക്കിയെടുക്ക് വാടകക്ക്. അപ്പൊ നീ അത് നോക്ക്. ഏറ്റാ? എന്നിട്ട് നീ അവിടെ പോയി നോക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാനന്ന് വന്ന് നോക്കിക്കോളാം. ആയിക്കോട്ടെ. പിന്നെ 2ാമത്തെ കാര്യം, ഇപ്പൊ അവള് എന്റെ റൂമിലാണല്ലോ ഉള്ളത്. അതെ, റൂമിലാണല്ലോ. അപ്പൊ ഭക്ഷണം കൊടുക്കണതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. വീട്ടിലെ ഭക്ഷണം പോരാ, എനിക്ക് വയറ്റുന്ന പ്രശ്നമുണ്ടായി, അന്ന് കഴിച്ചാലും. എടാ ഇവിടത്തെ ഭക്ഷണം തന്നെ മതി. എനിക്ക് തിന്നാനെന്നും പറഞ്ഞ് എടുക്കണതാണ് ഞാൻ ഒളിച്ചും പാത്തും അവക്കുണ്ടെന്ന് കൊടുക്കണത്. മനസ്സിലായ? ഇനിയിപ്പൊ അത് പറ്റൂല, ശ്രദ്ധിക്കും. അപ്പൊ നീ ഇവിടെ ഉള്ളപ്പോ നിനക്കാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കൊടുത്ത് നിന്റെ അടുത്ത് ഏൽപ്പിക്കും. മതി. അത് നീ അപ്പുറത്തു കൂടി വന്നിട്ട് ഞാൻ കഴിക്കും. എടാ നീ കഴിക്കാനല്ല, നീ ആ ഭക്ഷണം കൊടുത്തിട്ടൊന്ന് റൂമിന്റെ പുറകെ കൂടി വന്നിട്ട് എന്റെ റൂമിന്റെ ജനാലില്ലേ, അതിൽ കൂടി അകത്തോട്ട് വെച്ചാൽ മതി. അവള് കഴിച്ചോളും. 2 പാർസൽ ഒരെണ്ണോ തരാൻ പറ്റുള്ളൂ. നീ പുറത്ത് എവിടെന്നെങ്കിലും പോയി കഴിക്കാം, അതിന്റെ പൈസ ഞാൻ തരാം. കേട്ടാ? ഞാൻ ചെയ്യും മുതലാളി. ഇത് ചെറിയ സിമ്പിൾ സാധനല്ലേ. ഇത് രണ്ടും നീ വൃത്തിയായിട്ട് ചെയ്താ നീ മരിക്കുന്നവരെ എന്റെ കൂടെ നിന്നു. എന്റെ മുതലാളി സന്തോഷായി. ഒരു സ്നേഹം മതി എനക്ക്. അപ്പൊ നീ എന്റെ കൂടെ വാ, നിനക്ക് ഫുഡ് എടുത്ത് ഞാൻ തരാം. നീ അത് കൊണ്ടുപോയി എന്റെ റൂമിൽ കൊടുത്തിട്ട് വാടക വീട് അന്വേഷിക്കാൻ പോയാൽ മതി. തീർച്ചയായും. കേട്ടാ? ഈ 2 കാര്യം നീ വൃത്തിയായിട്ട് ചെയ്. ബാ.
മുതലാളിയാ ആ ശമ്പളം കുറക്കുന്ന കാര്യം പറഞ്ഞല്ലോ അത് മറന്നു കളഞ്ഞ. അത് മറക്ക, നീ ഇത് ആദ്യം വൃത്തിയായിട്ട് ചെയ്യും കേട്ടാ. എപ്പോഴും പെരക്കാത്ത കിടന്ന് മറിയണ്ട. എല്ലാ അബദ്ധം ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് പ്രശ്നമാവും. ഓണിപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നോക്കി ഇറങ്ങും കേട്ടോ. ആദ്യം ഇത് നീ എന്തിനാ ഇപ്പൊ ഈ വയ്യാത്ത കാലും കൈയുമായിട്ട് പുറത്തിറങ്ങി വന്നത്? അത് സാരില്ല അച്ഛാ, ചെറിയ വേദനയുള്ളൂ, ഇവിടെ പൊട്ടൊന്നുമില്ലല്ലോ. ഞാനൊരു 100 വട്ടം പറഞ്ഞ അവിടെ ഇരുന്നോന്ന് പറഞ്ഞാ കേക്കണ്ടേ? എന്താ ചെയ്യാ? അവിടെ ഇരുന്ന പ്രാന്ത് പിടിക്കാച്ച, അപ്പൊ ഒന്ന് വെളിച്ചം കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. എന്റെ നന്ദിനി രമണിയും കരയണ നിങ്ങള് കേക്കണ്ട? ഓ നന്ദിനിന്റെ അതെ, നല്ലൊരു ആലോചന വന്നപ്പോ അവറ്റേനെ അങ്ങോട്ട് കെട്ടിച്ചു വിട്ടു. നീ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അമ്മവാ. അല്ലാണ്ട് ഇപ്പൊ എന്തെന്നാ കളി അതിന് പറയാ? അതെ, അവറ്റക്ക് എന്നെ കണ്ടില്ലെങ്കിൽ സങ്കടമാവോ? എനിക്കറിയാം. എത്രാമത്തെ? പിന്നില്ലേക്കാ രാവിലെ ജനലിൽ തട്ടിയപ്പോഴേ പേടിച്ചു പോയി. ഞാൻ അമ്പിളിക്കാന്നുള്ള ധൈര്യത്തില് തുറക്കാൻ പോയെ. നോക്കുമ്പോ മനോഹരേട്ടൻ ഇതും തന്നിട്ടങ്ങ് പോയി. ഞാനേ അവനൊരു വാടക വീട് നോക്കാൻ പറഞ്ഞു വിട്ടതാണ്. ഭക്ഷണം ഞാൻ മേടിച്ചു കൊടുത്തിട്ട് ജനലിൽ കൊണ്ട് തരാൻ പറഞ്ഞു. അപ്പൊ നീ പേടിക്കണ്ട, ഇവിടെ വന്ന ആരെങ്കിലും മുട്ടുകയാണെങ്കിൽ ഒന്നില്ലേ പങ്കിയമ്മാവൻ, അല്ലെ മനോഹരൻ, അല്ലേ ഞാൻ. വേറെ ആരും വന്ന് മുട്ടൂല. നീ എൻ്റെ അകത്തുണ്ടെന്ന് അറിഞ്ഞൂടല്ല. അതെനിക്കറിയില്ലല്ലോ. അതിൽ 5 ഇടിയപ്പം ഉണ്ടായിരുന്നുള്ളൂ. 5 ഇടിയപ്പം പോരെ? ടെൻഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇപ്പൊ ഭയങ്കര വിശപ്പ്. എടി കരിങ്കല്ല് പണിക്ക് പോണ ഒരു 5 ഇടിയപ്പം തിന്നുള്ളൂല്ല. നീ ഇപ്പൊ എന്ത് പണി എടുത്തിട്ടാണ്? എന്റെ ബാപ്പയില്ലേ, നേരത്തെ മെലിഞ്ഞിട്ടായിരുന്നു. ബാപ്പയ്ക്കും ടെൻഷൻ ആകുമ്പോ ഇതുപോലെ ഇപ്പൊ കണ്ടില്ല വീർത്തിരിക്കുന്നത്. നീ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. കാരണം നമുക്ക് കുറച്ചും കൂടി കണക്ഷനായിട്ട് ഇത്തിരി വരുമാനമൊക്കെ വരട്ടെ. അപ്പം നീ ടെൻഷൻ അടിച്ചോ. ഇപ്പം ഇത്രയും ടെൻഷൻ അടിക്കാനുള്ള വരുമാനം നമുക്കായിട്ടില്ല. ഒരു കാര്യം പറയട്ടെ? എന്താണ്? എന്റെ ബാപ്പനെ ഒന്ന് കാണാൻ തോന്നുന്നുണ്ട്. ഇത് ബാപ്പനെ അങ്ങനെ നിനക്ക് അവിടെ നിന്നാ പോരെ, ഇങ്ങോട്ട് ഓടിപ്പോന്ന എന്തിനാ? പാപ്പാനെ കാണാനൊന്നും പറ്റില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാരെ മുഴുവൻ ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ബാപ്പനെ കാണാതിരുന്നിട്ടില്ല. അതൊക്കെ ഒന്ന് സമാധാനമായിട്ട് നമുക്ക് കാണാം. നീ ഇപ്പൊ ഈ പഴം കഴിക്കും. ആരപ്പത്? എന്താ ഈ കാണിക്കണത്? നടക്കണോടത്തൊന്നും കാല് വെക്കരുതല്ലോ. എന്താ പിന്നെ? തന്നോട് 1000 വട്ടം ഇവിടെ വന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞോടോ, എന്റെ മോളെ രക്ഷിക്കണേ രക്ഷിക്കണേന്ന്. എന്റെ മോളെവിടെയോ? വീട് എന്റെ മോളെവിടെ? എന്താ ഈ പറയണേ? ഇറക്കി വിടണോ? എവിടെ നിന്നാ? പങ്കി കളിക്കല്ലേ, ഞാൻ മുള്ളുമേ നിൽക്കുക. എന്തിനെങ്ങനെ മുള്ളും നീ കഴിക്കാൻ എന്താ പറ്റിയത്? കൈ വെച്ച ഒരു അലക്കലക്ക് തന്നുണ്ടല്ലോ. കൈ ഇങ്ങനെ ആയി തന്റെ ഭാഗ്യം. എന്താ മജീദ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നാ പറയാ? പങ്കി കളിക്കാതെ എന്റെ മോളെ ഇറക്കി വിടാൻ. എന്തൊരു കഷ്ടം. എന്താ എന്താ പങ്കി? എനിക്ക് മനസ്സിലാവണില്ല ആള് എന്തൊക്കെ പുള്ളി പറയേണ്ട. ആള് മുള്ളുമ്പോ നിൽക്കണു, മോളെ ഇറക്കി വിടുന്നൊക്കെ പറയണ്ട. അത്തും പിത്തും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അതെ, എന്റെ മോൾ ഇതിനകത്തുണ്ട്. അവളെ മര്യാദയ്ക്ക് കൊണ്ട് ഇറക്കി വിട്ടെ. മോളോ? ഏത് മോള്? ആരുടെ മോള്? പങ്കി, എനിക്ക് ഇയാൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവണില്ല ആളെ. അതല്ല ഞാൻ അങ്ങനെ കിടന്ന് തിരിയണേ. ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഇളയ മോനുണ്ടല്ലോ അമ്പിളി, അവൻ എന്റെ മോളെ തട്ടിക്കൊണ്ടുവന്ന് ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്ക. മര്യാദയ്ക്ക് അവളെ ഇറക്കി വിടാൻ. ഞാൻ എന്ത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് നിങ്ങളുടെ മകളെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ടെന്ന്? ആര് പറഞ്ഞെന്നാ? ലാസർ കോഴിക്കവലയിൽ കടകടത്തേണ്. പറഞ്ഞു കൊടുക്ക് ലാസർ അങ്ങോട്ട്. അതായത് ഞാൻ എന്റെ കടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പെട്ടിയോട്ട ചീറിപ്പാഞ്ഞോടെ വന്ന് നിൽക്കുന്നു. അതിൽ ആ പറതിയിട്ട പെണ്ണിനെ കയറ്റിക്കൊണ്ട് പോണത് ഞാൻ എൻ്റെ ഈ 2 കണ്ണു വെച്ച് കണ്ടതാണ്. പിന്നീട് എനിക്ക് മനസ്സിലായത് അത് മജീദിക്കയുടെ മകളാണെന്നും ആ പെട്ടി ഓട്ടോറിക്ഷ ഈ വീട്ടിലാണെന്നും. പിന്നെ ലോകത്ത് ആകെ ഒരു പെട്ടി ഓട്ടോറിക്ഷ ഈ വീട്ടിലത്തെ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഇയാള് പറയുന്നൊന്നും എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. എനിക്കും മനസ്സിലാവുന്നില്ല. അതല്ലേ ഈ പ്രശ്നം. എന്നാ ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങളുടെ ഇളയ മോനില്ലേ അമ്പിളി, അവൻ എന്റെ മോളെ തട്ടിക്കൊണ്ടുവന്ന് ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഇറക്കി വിടാൻ ഇങ്ങോട്ട്. ഞാൻ എന്തുവാടാ കേൾക്കുന്നത്? എനിക്കറിയില്ല. അവനെ വിളിച്ചോണ്ട് വാ. പറയാ കേൾക്കാം. നീ അവനെ വിളിച്ചോണ്ട് വരാൻ ചെല്ല്. വിഷമിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. ഉണ്ടാക്കണം. ഉണ്ടാക്കി തരും. മതി. എന്താ പ്രശ്നം?
ആർക്കറിയാ? അച്ഛൻ വന്നേ. എന്താ? അച്ഛൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ വീട്ടിനകത്തൊരു പെണ്ണുണ്ടെന്ന്? അത് ഇയാളുടെ മോളായിരിക്കും. വിവരക്കേട് പറയാതെ. ആ വിവരക്കേട് ആയിക്കോട്ടെ. വിവരക്കേടാ. അമ്പളിപ്പ് വരും. അപ്പം കാണാം. എന്നാലും എൻ്റെ ബാപ്പ പാവല്ലേ? പാപ്പ പാവമാണ്, അതല്ലേ നിന്നെ വളർത്തി വലുതാക്കി എനിക്ക് തന്നത്. അതിന് നമുക്കൊരു വൈരാഗ്യവും ഇല്ല. ഇതൊന്നും സമാധാനമാവുന്നവരെ അവരൊക്കെ നമ്മുടെ ശത്രുക്കൾ തന്നെയാണ്. തന്നില്ലല്ലോ, ഞാൻ വന്നല്ലേ. എങ്ങനെയായാലും പങ്ക്യാമനാണോ? ആ അമ്മാവനാണ്. കാര്യങ്ങളൊക്കെ തീരുമാനമായി. എന്ത്? പാപ്പൊന്നുണ്ട്. അയ്യോ, കയ്യോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അല്ല കുഴപ്പമല്ലോ ഉണ്ടായോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ. എന്താ മാവ് ചെയ്യണം? എന്ത് ചെയ്യാനാണ്? വിളിക്കുന്നുണ്ട്. അവിടെ അച്ഛനുണ്ട്, മറ്റവനുണ്ട്, അപ്പുണ്ണിയുണ്ട്. ഒരു പണിയമ്മാവാ. ഇപ്പൊ എനിക്ക് അവിടെ വന്നിട്ട് ഒന്നും പറയാനില്ല. ഓക്കെ, എന്നാ ഞാൻ പോയിട്ട് പറയാം. ഇല്ല, ഒന്നിക്ക് അമ്മാവൻ എന്തെങ്കിലും ഒരു നമ്പർ ഇട്. എന്റെ ഇനി നമ്പറൊന്നും ഇല്ല, പൂജ മാത്രമേ ഉള്ളൂ. ഉള്ളതൊക്കെ എടുത്ത് തന്നില്ലേ? ഇനി എന്ത് ചെയ്യാൻ? അല്ല 1-2 ദിവസം ഒന്നും കൂടെ വാന്നേ, വെറുതെ തമാശ കളിക്കാൻ നിൽക്കാതെ. അല്ല ആകെ എന്താ പറയണ അമ്മാവ്? എനിക്കറിയോ. അല്ല ഇവള് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ. നിന്നെ വിളിച്ചിട്ട് വരാനാണ് അച്ഛൻ പറഞ്ഞത്. അളിയനെ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ വിട്ടേക്കണേ. പുള്ളിയുടെ രൂപത്തിരി മാറിയിട്ടാണ് നിൽക്കണത്. എനിക്കിനി ഒന്നും പറയാനൊന്നുമില്ല. അവിടെ പിടിച്ചാ പിടി കൊടുക്കുക, ശങ്കരാടി പറഞ്ഞ മാതിരി. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല ഇവള് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനെന്താ പറയണ? നീ എന്താണെങ്കിൽ നീ അതിന്റെ തക്കം പോലെ പറഞ്ഞിട്ട് എന്നെ ഇതൊന്ന് വിട്. വാ. അതെ ഷാഹിന, ഞാനൊന്ന് പോയിട്ട് വരാം. ഞാൻ എന്തേലും പറഞ്ഞ് പിടിച്ച് നിൽക്കാം. നീ അതുവരെ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കും.